ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലെ മാളിലേക്കൊന്ന് പോയാലോ. ഗ്രാൻഡ് സെൻട്രൽ മാൾ മൂവാറ്റുപുഴ. ഇത്തവണത്തെ ഓണം ബഹുവിശേഷമാണ്. അവിടെ ഭയങ്കര സെയിൽസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പൂക്കളം, വളരെ മനോഹരമായൊരു പൂക്കളം, മാവേലി കാവലായിട്ട് നിൽക്കുന്നുമുണ്ട്. നല്ല രസമാണ്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അവിടെ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം അവിടെ അവൈലബിളാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ സംരംഭം. അവിടെ വിവിധങ്ങളായ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകൾ, കോസ്മെറ്റിക്സ്, ആഭരണങ്ങൾ എന്ന് വേണ്ട, ഫോണിൻ്റെ കവറ്, എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിളായിരുന്നു. ഭയങ്കര വിലയാണ് കേട്ടോ, പുറത്തേക്കാളും ഭയങ്കര വിലയാണ്. റിലയൻസിൻ്റെ ഷോപ്പിലും ഈസി ബൈയിലും ഒക്കെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. ചെരുപ്പിനും ഡ്രസ്സിനും എല്ലാ സാധനങ്ങൾക്കും നല്ല സെയിലാട്ടോ അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങൾക്കും എല്ലാം വില കുറവാണ്. നേരെ മറിച്ച് അവിടെ വരാന്തയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. റിലയൻസിൻ്റെ അകത്ത് കിട്ടുന്ന 2 ടോയ് കാറ് ചെറുതരം 99 രൂപയ്ക്ക് കിട്ടുന്നത് പുറമെ വച്ചിരിക്കുന്ന ഒരു കാറിന് 150 രൂപയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളവിടെ പോയി വാങ്ങാനായിട്ട്. ആദ്യമൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് എവിടെ നിന്നാണ് വിലക്കുറവെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങണമായിരിക്കും നല്ലത്. എന്തായാലും ഈ ഒരൊറ്റ മാളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങി ഇറങ്ങി പോരാൻ പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് അവിടെ ഉള്ളത്. കുട്ടികൾക്കായി കളിക്കാനായിട്ട് ഒരു കാറ് താഴെ ഉണ്ട്. പിന്നെ ഒരു പാണ്ട നീളത്തിൽ ട്രെയിൻ പോലെ അവിടെ ഉണ്ട്. അത് അവിടെ ചുറ്റിക്കറങ്ങി ഒരു റൗണ്ട് അടിച്ച് നിർത്തും. അങ്ങനെ നിരവധി സാധനങ്ങൾ പിള്ളേർക്ക് ആസ്വദിക്കാനും വലിയ ആളുകൾക്ക് ആസ്വദിക്കാനും. പിന്നെ മുകളിൽ 3 തിയേറ്ററുണ്ട്. 3 തിയേറ്ററിലും വിവിധങ്ങളായ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 3 ഷോയിലായിട്ടാണ് സിനിമ നടക്കുന്നത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എൻജോയ് ചെയ്ത് ഇറങ്ങാമെന്ന് സാരം. ഇത് ട്രെൻഡ്സിൻ്റെ പരസ്യം കേട്ടോ. നല്ല രസമുണ്ട് അവരുടെ ആ പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം. നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെയാണ്. എന്നാലും എറണാകുളം മാളിലും ഒക്കെ വളരെ വിപുലമായിട്ട് കണ്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു മാള്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങളെ സംബന്ധിച്ച്, ലുലു മാളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് വലുതല്ല, എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലുത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ മാവേലി അങ്ങനെ ഊഞ്ഞാലാടനൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ. ഒരു തിയേറ്ററിൽ അവിടെ ലോക സിനിമ ഓടുന്നുണ്ട്, ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ. പക്ഷേ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഒരു ദിവസം കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം.
ഇതാട്ടോ അവിടുത്തെ കഫ്തീരിയ. എല്ലാ സാധനങ്ങളും ഫ്രൈഡ് ഐറ്റംസും ഗ്രിൽഡ് ഐറ്റംസും എല്ലാം അവിടെ അവൈലബിളാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫുഡും കഴിക്കാം, എൻജോയ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഐസ്ക്രീം പാർലർ എന്നിവേണ്ട എല്ലാം ഉണ്ട്. ഇത് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. 50 രൂപയ്ക്ക് അരമണിക്കൂർ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്നും ഉണ്ട് കേട്ടോ. അത് ഓണായിട്ട് മാത്രമല്ല, അതായത് ആ ഏരിയയിൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു മാള് എല്ലാ രീതിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളുടെ പ്ലേ ഏരിയയിൽ കണ്ടു നോക്കാം. പല പുതിയ ഐറ്റംസും വന്നിട്ടുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്. പല പ്രായത്തിലുള്ള കുട്ടികൾക്കും എൻജോയ്മെൻറ്റ് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുതിർന്നവർക്കും വേണ്ടിയിട്ട് അമ്പെയ്ത്ത് മറ്റു കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാർ റേസ്, സ്കൂട്ടർ റേസ്, അങ്ങനെ വാട്ടർ ഷൂട്ട് എന്ന് വേണ്ട ബോള് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ മാളിലെ ഓണം ആസ്വദിക്കാം. നമ്മുടെ കാർ എടുക്കാറായില്ലേ? എടാ അതില് എല്ലാവർക്കും അത് കൊണ്ടുപോണ്ടത്. ബാക്കിൽ ഡിക്കിയിൽ കേട്ടണ്ടേ? ബാ വണ്ടി നിക്ക. ആ ഡിക്കി നോക്കിയാ ഡിക്കിയിൽ കേട്ടാ. ഡിക്കി പൊക്കും അപ്പുറത്ത്. ആ സീറ്റിലേക്ക് തല അത് തുറക്കടാ. ഡോറ് തുറന്ന് അങ്ങോട്ട് ഇടറാ. അത് ചെയ്യാൻ പറ്റില്ല.
ഓണമായിട്ട് ബന്ദി നട്ടിട്ട് എത്ര കൃത്യമായിട്ടാണ് പൂത്ത് നിൽക്കണേന്ന് നോക്കിയാൽ. അത് പകൽ പോയി എടുക്കാൻ പറ്റിയില്ല. രാത്രിത്തെ കാഴ്ചകൾ എത്ര മനോഹരമല്ലേ. ഓക്കേ.